Welcome to One's Coaching. നമ്മൾ ഇന്ന് KTU ന്റെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 2019 സ്കീമിൽ ഡിസംബർ 2022 നിന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സബ്ജക്ട് ECT305 അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സിലബസ് നോക്കാം. GS പ്രൊസീജിയർ ആൻഡ് ഇഫക്ട്സ് ഇൻ ദി ചാനൽ. ഇതിൽ ഗ്രാം-ഷ്മിഡ് പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സിഗ്നൽ സ്പേസ്, ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ത്രൂ AWGN ചാനൽ, ദെൻ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ISI, നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ, ദെൻ സിഗ്നൽ മോഡലിംഗ് ഓഫ് ISI, റേസ്ഡ് കൊസൈൻ ആൻഡ് സ്ക്വയർ റൂട്ട് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം, പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് ആൻഡ് ഡ്യുവോ ബൈനറി കോഡിംഗ്, ഈക്വലൈസേഷൻ, പിന്നെ മെയിൻ ഒരു ടോപ്പിക്ക് AWGN ചാനലിൻ്റെ വെക്ടർ മോഡൽ, ദെൻ മാച്ച്ഡ് ഫിൽട്ടർ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ആൻഡ് കോറിലേഷൻ റിസീവേഴ്സ്, then MAP receiver, maximum likelihood receiver and probability of error, capacity of AWGN channel, and significance in the design of communication schemes. So നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് എ. സോ പാർട്ട് എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ഈക്വലൈസേഷൻ ആൻഡ് വൈ ഇറ്റ് ഇസ് നീഡഡ്. ദെൻ സെക്കൻഡ് വൺ ഒരു പ്രോബ്ലം ആണ്. സോ ഫസ്റ്റ് നമുക്ക് ഈക്വലൈസേഷൻ എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും നോക്കാം. So ഇത് 3 mark question ആണ്. What is meant by equalization and why it is needed. അപ്പോൾ equalization എന്താണെന്ന് എഴുതുന്നതിന് 1 മാർക്കും അതിൻ്റെ നീഡ് എഴുതുന്നതിന് 2 മാർക്കുമാണ്. സോ എന്താണ് ഈക്വലൈസേഷൻ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. When the signal is passed through the channel, distortion is introduced by. ഇപ്പോൾ ഒരു സിഗ്നൽ നമ്മളൊരു ചാനലിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ അതിലുണ്ടാകാൻ സാധ്യതയുള്ളതായ ഡിസ്റ്റോഷൻ എന്തൊക്കെ കാരണങ്ങളാണ്? ഒന്ന് ആംപ്ലിറ്റ്യൂഡും ഒന്ന് ഡിലേയുമാണ്. ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡിലേ. സോ ബേസ്ഡ് ഓൺ ദി നോളജ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി ചാനൽ വി ഡിസൈൻ എ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സിസ്റ്റം ടു ഈൽഡ് 0 ISI. സോ ISI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റർ സിമ്പൽ ഇന്റർഫറൻസ് ആണ്. സോ 0 ISI കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരു PAM സിസ്റ്റം ഡിസൈൻ ചെയ്യണം. സോ അത് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് വേണം ആ ചാനലിൻ്റെ. അപ്പം അതിനായി നമ്മൾ എന്താ ചെയ്യുന്നത്? ദിസ് ഡിസ്റ്റോർഷൻ ക്രിയേറ്റ്സ് ദ പ്രോബ്ലം ഓഫ് ISI. So the detection of signal at receiving end becomes more difficult. അപ്പോൾ ഇത് നീഡാണ്. നീഡ് ഓഫ് ഈക്വലൈസേഷൻ ആണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. സോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിഗ്നൽ ചാനലിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡിലും ഡിലേയും ആയിട്ടാണ് ആ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി ചാനൽ അനലൈസ് ചെയ്താൽ മാത്രമാണ് ആ ഡിസ്റ്റോർഷൻ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈക്വലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യണം, ISI അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വരുന്ന ഡിസ്റ്റോർഷൻ കാരണമാണ് ഇന്റർ സിമ്പൽ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്. സോ ഈ ISI നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈക്വലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ ഈക്വലൈസേഷൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിസീവറിൽ കിട്ടുന്ന സിഗ്നലിനെ അനലൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. Then to avoid this and to correct channel induced distortion we use equalization. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ISI അവോയ്ഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ചാനലിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ കറക്റ്റ് ചെയ്യാനായിട്ടും ഈ 2 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് ദ നീഡ് ഓഫ് ഈക്വലൈസേഷൻ. അടുത്തതായിട്ട് ഈക്വലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് യൂസിങ് ഫിൽട്ടേഴ്സ് വിച്ച് കറക്റ്റ് ദി ചാനൽ ഡിസ്റ്റോർഷൻ ബൈ ചൂസിങ് സ്യൂട്ടബിൾ ടാപ്പ് വെയ്റ്റഡ് കോഎഫിഷ്യൻസ് ഇൻ ദി റിസീവർ ഫിൽട്ടർ. സോ ഈ ഈക്വലൈസേഷൻ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസീവറിലാണ്. കാരണം ചാനൽ വഴി ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ ആണ്. സോ ട്രാൻസ്മിറ്ററിൽ നിന്നും ചാനലിലേക്ക് സിഗ്നൽ പോകുന്നു, ചാനലിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നു, അത് നമ്മൾ റിസീവർ സൈഡിൽ റിസീവറിൽ റിസീവ് ചെയ്യുന്നു. അപ്പോൾ ആ റിസീവറിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈക്വലൈസേഷൻ ടെക്നിക്കാണ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നത് ഫിൽറ്റേഴ്സ് ആണ്. സോ വാട്ട് ഡസ് ഇറ്റ് ഡു? ഇത് കറക്റ്റ് ചെയ്യുകയാണ് ചാനലിൻ്റെ ഡിസ്റ്റോർഷൻ. സോ ചാനൽ ഡിസ്റ്റോർഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈക്വലൈസേഷൻ്റെ യൂസ്. അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്? ബൈ യൂസിങ് ടാപ്പ് വെയ്റ്റഡ് കോഎഫിഷ്യൻസ്. ടാപ്പ് വെയ്റ്റഡ് കോഎഫിഷ്യൻസ് റിസീവർ ഫിൽറ്ററിൽ യൂസ് ചെയ്തിട്ടാണ് ഈക്വലൈസേഷൻ പ്രോസസ്സ് വഴി നമ്മൾ ആ ഒരു ISI ഉണ്ടാകുന്നതിനെ അവോയ്ഡ് ചെയ്യുന്നത്. സോ ഇത് 2 എഴുതി കഴിഞ്ഞാൽ 3 മാർക്കാണ് ലഭിക്കുന്നത്. സെക്കൻഡ് വൺ ഒരു പ്രോബ്ലം ആണ്. എ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓഫ് ബാൻഡ് വിഡ്ത്ത് 75 kHz is required to transmit binary data at a rate of 0.1 megabits per second using raised cosine pulses. Determine the roll-off factor alpha. അപ്പോൾ roll-off factor ആൽഫയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് ബാൻഡ് വിഡ്ത്തും അതുപോലെ ബിറ്റ് റേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബാൻഡ് വിഡ്ത്ത് 75 kHz ആണ്. ദെൻ RB എന്ന് പറയുന്നത് അഥവാ ബിറ്റ് റേറ്റ് എന്നത് 0.1 MB plus second ആണ്. ദാറ്റ് ഈസ് മെഗാബിറ്റ്സ് പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാം.
bandwidth is equal to RB by 2 into 1 plus alpha എന്നാണ്. ഓക്കെ, ഇതിൽ RB by 2 എന്ന് പറയുന്നത് by 2 ഇങ്ങനെയാണ് into 1 plus alpha. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 75K ബാൻഡ്വിഡ്ത്ത് ഈക്വൽ ടു RBയുടെ സ്ഥാനത്ത് 0.1 M ആണ്. ദാറ്റ് ഈസ് 0.1 into 10�6 ഡിവൈഡഡ് ബൈ 2 into 1 plus alpha. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 plus alpha ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. സോ 1 plus alpha ഈക്വൽ ടു 0.1 M divided by 2 divided by 75K divided by 0.1 M divided by 2. ഓക്കെ, അപ്പോൾ ഇത് 75K into 2 ചെയ്ത് കഴിയുമ്പോൾ 150K നമുക്ക് കിട്ടുന്നു ഡിവൈഡഡ് ബൈ 0.1 M. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 1 plus alpha ഈക്വൽ ടു 0.15, അതായത് ഇവിടെയുള്ള 150 into K എന്ന് പറഞ്ഞാൽ 10⁻³ ആണ് ഡിവൈഡഡ് ബൈ 0.1 into 10⁻6. ഇവിടെ നമുക്ക് വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 10⁻³ കിട്ടുന്നു. ഓക്കെ, സോ 150 എന്നുള്ളതിനെ നമുക്ക് 0.150 എന്ന് എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു 0.150 into 10⁻³ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 0.1 into 10⁻³ ഈ 10⁻3യും 10⁻3യും ക്യാൻസൽ ആയി പോയിട്ടാണ് 0.15 ഡിവൈഡഡ് ബൈ 0.1 എന്ന് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15/10 വിച്ച് ഇസ് ഈക്വൽ ടു 1.5. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1 plus alpha എന്ന് പറയുന്നത് 1.5 ആണ്. സോ ആൽഫ എന്ത് വരും? ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. 1.5 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനും എല്ലാം കൂടി ചേർത്താണ് 3 മാർക്ക്. സോ ഫൈനൽ ആൻസർ ആൽഫ റോൾ ഓഫ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 0.5. നെക്സ്റ്റ് പാർട്ട് ബി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് മൊഡ്യൂൾ 4-ലുള്ളത്. ബട്ട് ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഇത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 14 മാർക്കും കിട്ടും. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരാറുള്ള ഒരു പ്രോബ്ലമാണ് മൊഡ്യൂൾ 4-ലെ ഗ്രെം-ഷ്മിഡ് പ്രൊസീജിയർ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 17th A. What is a raised cosine spectrum? Discuss how does it help to reduce ISI. ഇപ്പോൾ ഫസ്റ്റ് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം എന്താണ്, അതെങ്ങനെയാണ് ISI റെഡ്യൂസ് ചെയ്യുന്നത്? അതിന് 6 മാർക്കാണ്. അതിൻ്റെ സബ് ഡിവിഷൻ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ മാച്ച്ഡ് ഫിൽറ്റർ 8 മാർക്സ്. സോ 2 ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് 6 മാർക്സും അടുത്തത് 8 മാർക്സും. സോ ഫസ്റ്റ് 6 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് എ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം? ഡിസ്കസ് ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ISI. അപ്പോൾ ഇവിടെ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രവും അതിൻ്റെ ഡയഗ്രാം വിത്ത് എക്സ്പ്ലനേഷനും കൂടി 3 മാർക്കാണ്. ദെൻ ഇഫക്ട്സ് ഓൺ ISI, ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ISI, അതിന് 3 മാർക്ക്. അങ്ങനെയാണ് 6 മാർക്ക്. സോ ഇവിടെ റേസ്ഡ് കൊസൈൻ ഫിൽട്ടർ എന്താണെന്ന് നോക്കാം. റേസ്ഡ് കൊസൈൻ ഫിൽട്ടർ ഇസ് എ ഫിൽട്ടർ ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഫോർ പൾസ് ഷേപ്പിംഗ് ഇൻ ഡിജിറ്റൽ മോഡുലേഷൻ ഡ്യൂ ടു ഇറ്റ്സ് എബിലിറ്റി ടു മിനിമൈസ് ഇന്റർ സിംബൽ ഇന്റർഫറൻസ്. ഓക്കെ, ഇന്റർ സിംബൽ ഇന്റർഫറൻസ് യൂസ് ചെയ്യാനായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിൽട്ടറാണ് റേസ്ഡ് കൊസൈൻ ഫിൽട്ടർ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പൾസ് ഷേപ്പിംഗ്. പൾസ് ഷേപ്പിംഗിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഗ്രാജുവൽ റോൾ ഓഫ് റിസംബ്ലിംഗ് എ കൊസൈൻ ഫംഗ്ഷൻ റേസ്ഡ് ടു എ പവർ. അപ്പോൾ ഇതിന് റേസ്ഡ് കൊസൈൻ ഫിൽട്ടർ എന്ന് പറയാൻ കാരണം അതൊരു കൊസൈൻ ഫംഗ്ഷനെ റിസംബിൾ ചെയ്യുന്നു വിച്ച് ഇസ് റേസ്ഡ് ടു എ പെർട്ടിക്കുലർ പവർ. അപ്പോൾ അതിൻ്റെ റോൾ ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് കൊസൈൻ ഫംഗ്ഷൻ റേസ്ഡ് ടു പെർട്ടിക്കുലർ പവർ ആണ്. അതുകൊണ്ടാണ് അതിനെ റേസ്ഡ് കൊസൈൻ ഫിൽട്ടർ എന്ന് വിളിക്കുന്നത്. ദിസ് ഷേപ്പിംഗ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് ദി ഇന്റർ സിംബൽ ഇന്റർഫറൻസ് which occurs when symbols transmitted in a communication system interfere with adjacent symbols, making them harder to distinguish at the receiver. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്നും സെൻഡ് ചെയ്യുന്ന സിഗ്നൽസ് റിസീവറിലേക്ക് എത്തുമ്പോൾ നിറയെ സിമ്പിൾസ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എല്ലാ സിമ്പിൾസും അഡ്ജസൻ്റ് ആയിട്ടുള്ള സിമ്പിൾസ് എല്ലാം തന്നെ ഒന്ന് വേറൊന്നിനോട് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ് ഇന്റർ സിംബൽ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. സോ ഇന്റർ സിംബൽ ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ റേസ്ഡ് കൊസൈൻ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതാണ് റേസ്ഡ് കൊസൈൻ ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. എക്സ് ആക്സിസിൽ ടൈം ഉണ്ട് സെക്കൻഡ്സിൽ, വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് എക്സ് ആക്സിസിലെ ടൈമിൽ കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. പല റോൾ ഓഫ് ഫാക്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ആൽഫ ഈക്വൽ ടു 0.1, 0.5, 0.8.
ഇതേ ഡയഗ്രം തന്നെയാണ് ഇവിടെ, ആകെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഒരു ഐഡിയൽ കേസും കൊടുത്തിട്ടുണ്ട്, അതുപോലെ പല റോൾ ഓഫ് ഫാക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡുമാണ്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നതെല്ലാം തന്നെ സിങ്ക് പൾസ് ആണ്. ഒരു സിങ്ക് പൾസിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. സോ ഇതൊരു സിങ്ക് പൾസ് ആണ്. സോ ഈ സിങ്ക് പൾസിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആൽഫ ഈക്വൽ ടു 0.1 വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ വിട്ട് കുറഞ്ഞ ഒരു സിങ്ക് പൾസ് ആണ്. സോ ആൽഫ വാല്യൂ നമ്മൾ കൂട്ടുന്നതനുസരിച്ചിട്ട് ഇതിപ്പോൾ 0.1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ ബ്രൗൺ കളറിലുള്ള ഒരു സിങ്ക് പൾസ് ആണ്. then അടുത്തത് ആൽഫ ഈക്വൽ ടു 0.5 വരുമ്പോൾ നമുക്ക് കാണാം ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു സിങ്ക് പൾസ് ആണ്. ആൽഫ ഈക്വൽ ടു 0.8 വന്നു കഴിയുമ്പോൾ നമുക്ക് എൻഡിൽ കിട്ടുന്ന ഒരു സിങ്ക് പൾസ് ആണുള്ളത്. സോ ഈ 3 സിങ്ക് പൾസും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ബാൻഡ് വിഡ്ത്ത് ഡിഫറെന്റ് ആണ്. അപ്പോൾ റോൾ ഓഫ് ഫാക്ടർ നമ്മൾ കൂട്ടുന്നതനുസരിച്ചിട്ട് ബാൻഡ് വിഡ്ത്ത് അതിന്റെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫിഗർ. സെക്കൻഡ് ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അപ്പൊ ഇവിടെ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി ആണ് കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിനുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നൈക്വസ്റ്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ നൈക്വസ്റ്റ് ബാൻഡ് വിഡ്ത്ത്. സോ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു 0.6 എന്ന് പറയുന്നതാണ് ഈ ഒരു റെഡ് കളറിൽ കാണുന്ന സിങ്ക് പൾസ്. അതുപോലെ 0.4 then 2 0 ഇങ്ങനെയുള്ള വാല്യൂസ് കാണാം. അപ്പോൾ ഏറ്റവും പുറത്ത് നിൽക്കുന്ന ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പൾസ് എന്ന് പറയുന്നത് 0 വാല്യൂവിനുള്ളതാണ്. പിന്നെ 2, 0.4, 0.6 എന്ന് പറയുന്ന വാല്യൂസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് ഫാക്ടർ അനുസരിച്ചിട്ടാണ് ബാൻഡ് വിഡ്ത്ത് വേരി ചെയ്യുന്നത്. സോ ഈ 2 ഫിഗറും വരയ്ക്കുക, അതുപോലെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷനും കൊടുക്കുക. നെക്സ്റ്റ്, ഡിറൈവ് an expression for the impulse response of a matched filter. This is very important question. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ് മാച്ച്ഡ് ഫിൽട്ടർ. സോ അതിൽ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇമ്പൾസ് റെസ്പോൺസിന്റെ. കുറച്ച് ലെങ്തി ആണ്. സോ സാധാരണ കുട്ടികളെല്ലാം ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഡെറിവേഷൻ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ആയിട്ടും 8 മാർക്സ് ലഭിക്കും. സോ ഫസ്റ്റ് ഇതിൽ സ്പ്ലിറ്റ് അപ്പ് ഇങ്ങനെയാണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 3 മാർക്സ്, then Schwartz inequality 1 mark, then derivation and final expression 4 marks. ഇതിൽ ഫസ്റ്റ് മാച്ച്ഡ് ഫിൽറ്ററിന്റെ ഒരു ഡയഗ്രാം കാണാം. സോ മാച്ച്ഡ് ഫിൽറ്ററിന്റെ ഡയഗ്രാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് മാച്ച്ഡ് ഫിൽറ്റർ എന്ന് നോക്കാം. Basic problem that often arises in the study of communication system is that of detecting a pulse transmitted over a channel that is corrupted by channel noise. To detect the signal in an optimum way at the receiver side, we want to increase the signal to noise ratio. അതായത് നമ്മൾ എപ്പോഴും ഒരു സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ സെൻഡ് ചെയ്യുമ്പോൾ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചാനലിൽ ഉണ്ടാകുന്നതായ കുറച്ച് നോയ്സ്, അതായത് ചാനൽ നോയ്സ് അതിൽ ഇൻഡ്യൂസ് ചെയ്യും. സോ ചാനലിന്റെ നോയ്സ് കാരണം തന്നെ നമുക്ക് റിസീവറിൽ ലഭിക്കുന്ന സിഗ്നലിൽ വളരെയധികം ഡിസ്റ്റോർഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിനാകെയുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു പോംവഴി എന്ന് പറയുന്നത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് പവർ ആണ്. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സിഗ്നൽ പവർ ബൈ നോയ്സ് പവർ ആണെന്ന് പറഞ്ഞു. സിഗ്നൽ പവർ ബൈ നോയ്സ് പവർ. സോ ഈ സിഗ്നൽ പവർ കൂടുകയും നോയ്സ് പവർ കുറയുകയും ചെയ്താലാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടുന്നത്. സോ ഇൻ എഫക്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമ്മൾ കൂട്ടുമ്പോൾ ആ സിഗ്നലിന്റെ പവർ കൂടുകയും നോയ്സിന്റെ പവർ കുറയുകയും ചെയ്യുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാച്ച്ഡ് ഫിൽട്ടർ റിസീവിംഗ് സൈഡിൽ ഡിസൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയാണത്? ടു ഡിറ്റക്ട് ദി സിഗ്നൽ ഇൻ ആൻ ഒപ്റ്റിമം വേ. റിസീവർ സൈഡിൽ കിട്ടിയിരിക്കുന്ന സിഗ്നലിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടാണ് നമ്മളൊരു മാച്ച്ഡ് ഫിൽട്ടർ റിസീവർ എൻഡിൽ വെക്കുന്നത്. It is an LTI filter and it is also known as matched filter because the impulse response of the filter is matched to the pulse signal or the input signal. ഇതിനെ എന്തുകൊണ്ടാണ് മാച്ച്ഡ് ഫിൽട്ടർ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ അല്ലെങ്കിൽ പൾസ് സിഗ്നലുമായിട്ട് വളരെയധികം മാച്ച്ഡ് ആണ് ഇതിന്റെ ഇമ്പൾസ് റെസ്പോൺസ്. ഒരു മാച്ച്ഡ് ഫിൽട്ടറിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ഇൻപുട്ട് സിഗ്നലുമായിട്ട് വളരെയധികം മാച്ച്ഡ് ആയതുകൊണ്ടാണ് ഇതിനെ മാച്ച്ഡ് ഫിൽട്ടർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കതിന്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. സോ മാച്ച്ഡ് ഫിൽട്ടറിൽ ഇൻപുട്ട് സൈഡിൽ നമ്മളൊരു സിഗ്നൽ കൊടുത്തു. ആ സിഗ്നൽ G(t) എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. G(t) എന്നോ S(t) എന്നോ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ ചാനലാണിത്. സോ ചാനലിൽ നിന്നും ഒരു പെർട്ടിക്കുലർ നോയ്സ് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ U(t) ആണ് നമ്മുടെ നോയ്സ് സിഗ്നൽ. ദെൻ ഇതിനെ രണ്ടിനെയും സമ്മ് ചെയ്തിട്ടാണ് ഇത് റിസീവർ സൈഡിലേക്ക് വിടുന്നത്. സോ റിസീവർ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ LTI ഫിൽട്ടർ വിത്ത് ആൻ ഇമ്പൾസ് റെസ്പോൺസ് H(t). ഓക്കെ, LTI എന്ന് പറഞ്ഞാൽ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ്
ഫിൽട്ടർ ആണ്. സോ ലീനിയർ ടൈം ഇൻവേരിയന്റ് ഫിൽട്ടർ വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് ആണ് എച്ച് ഓഫ് ടി. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് സൈഡ്, സോ ഈ ഒരു ഇൻപുട്ട് സിഗ്നൽ എസ് ഓഫ് ടി യു ഓഫ് ടിയും സമ്മ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് എക്സ് ഓഫ് ടി ആണ്. സോ ആ എക്സ് ഓഫ് ടിയെ ലീനിയർ ടൈം ഇൻവേരിയന്റ് ഫിൽട്ടറിന്റെ ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന വൈ ഓഫ് ടി. സോ വൈ ഓഫ് ടി ആണ് നമുക്ക് ഫൈനലി സാമ്പിൾ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ മാച്ച്ഡ് ഫിൽട്ടറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. നൗ നമുക്ക് AWGN ചാനൽ വഴി ഇത് പോയി കഴിഞ്ഞ് മാച്ച്ഡ് ഫിൽട്ടറിലേക്ക് എത്തിക്കഴിയുമ്പോഴുള്ള റെസ്പോൺസ് ആണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡെറിവേഷൻ ആൻഡ് ഫൈനൽ എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട് ഓഫ് ദി ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദി മാച്ച്ഡ് ഫിൽട്ടർ. സോ എന്താണ് മാച്ച്ഡ് ഫിൽട്ടർ എന്നും എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നും ആ ഡയഗ്രാം വരച്ച ശേഷം ഇത്രയും ഡീറ്റെയിൽസ് ഇതിൻ്റെ എഴുതണമെന്ന് നിർബന്ധമില്ല. ബട്ട് നമുക്ക് ഡെറിവേഷൻ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വൈ എഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾഡ് സിഗ്നൽ ആണ്. ആ ടൈം ഇൻസ്റ്റന്റ് ടി ഈസ് ഈക്വൽ ടു ടി, സ്മോൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ടൈം ഇൻസ്റ്റന്റിലാണ് നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ വൈ എഫ് ടിയെ സാമ്പിൾ ചെയ്യുന്നത്. ആ സാമ്പിൾഡ് സിഗ്നലിനെയാണ് വൈ ഓഫ് ക്യാപിറ്റൽ ടി എന്ന് എഴുതിയിരിക്കുന്നത്. ദിസ് ഇസ് വൈ ഓഫ് ക്യാപിറ്റൽ ടി. The signal to noise ratio at t is present in y of t signal. So x of t എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലിനെ നമുക്ക് എങ്ങനെ എഴുതാം? റിസീവർ എൻഡിലേക്ക് വരുന്ന സിഗ്നലിനെ y of t പ്ലസ് w of t എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ ഈ ഇൻപുട്ട് ഗിവൺ ടു ദി മാച്ച്ഡ് ഫിൽട്ടർ ആണ് ഇവിടെ x of t എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ x of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y of t പ്ലസ് w of t എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അതിൽ y of t എന്ന് പറയുന്നതിനെ ജി നോട്ട് ഓഫ് ടി പ്ലസ് എൻ ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിൽ ജി നോട്ട് ഓഫ് ടി എൻ ഓഫ് ടി എന്ന് പറയുന്നത് സിഗ്നൽ വഴിയും നോയ്സ് കോമ്പണൻസ് വഴിയുമുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. ജി നോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് സിഗ്നലും എൻ ഓഫ് ടി എന്ന് പറയുന്നത് നോയ്സ് കോമ്പണൻറ്റ് വഴിയുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ജി ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അത് ഫിൽട്ടറിന്റെ ഇമ്പൾസ് റെസ്പോൺസിലേക്കാണ്. അത് ഈ ബ്ലോക്ക് കാണിച്ചിരിക്കുന്ന ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ ജി ഓഫ് ടിയും എച്ച് ഓഫ് ടിയും ഇൻപുട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജി നോട്ട് ഓഫ് ടി ആണ്. ഓക്കെ, സോ ജി നോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ജി ഓഫ് ടി ഇൻറ്റു എച്ച് ഓഫ് ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എടുത്താൽ എന്ത് കിട്ടും? ഫുറിയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ജി നോട്ട് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഇൻറ്റു എച്ച് ഓഫ് എഫ് എന്നാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫുറിയർ ട്രാൻസ്ഫോം ആണ്. ജി നോട്ട് ഓഫ് ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ ജി നോട്ട് ഓഫ് എഫ്, ജി ഓഫ് ടിയുടെ ക്യാപിറ്റൽ ജി ഓഫ് എഫ്, എച്ച് ഓഫ് ടിയുടെ എച്ച് ഓഫ് എഫ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് പീക്ക് പൾസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. സോ പീക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ജി നോട്ട് ഓഫ് ടി എന്താണെന്ന് നോക്കാം. സോ അതിനുശേഷം നമ്മൾ ഫുറിയർ ട്രാൻസ്ഫോം എടുത്തു. ഫുറിയർ ട്രാൻസ്ഫോം എടുത്തിട്ട് ജി നോട്ട് ഓഫ് ടി ജി ഓഫ് എഫിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം ഇൻവേഴ്സ് ഫുറിയർ ട്രാൻസ്ഫോം എടുത്ത ശേഷമാണ് നമുക്ക് ജി നോട്ട് ഓഫ് ടി ലഭിക്കുന്നത്. സോ ബൈ ടേക്കിംഗ് ഇൻവേഴ്സ് ഫുറിയർ ട്രാൻസ്ഫോം, അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഫുറിയർ ട്രാൻസ്ഫോം റെപ്രസെൻറ്റേഷൻ എഴുതി. സോ ജി നോട്ട് ഓഫ് ടി എന്ന് പറയുന്നതിനെ നമുക്ക് ഇൻവേഴ്സ് ഫുറിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫോർമുല? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി നോട്ട് ഓഫ് എഫ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ ജെ ഇൻറ്റു 2π ft df. ഇതാണ് ഇൻവേഴ്സ് ഫുറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. സോ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി നോട്ട് ഓഫ് എഫ് എന്നുള്ളതിനെ നമുക്ക് ജി ഓഫ് എഫ് ഇൻറ്റു എച്ച് ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, കാരണം ഇവിടെ ജി നോട്ട് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഇൻറ്റു എച്ച് ഓഫ് എഫ് ആണ്. സോ ഈ ഒരു ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഇൻറ്റു എക്സ്പോണൻഷ്യൽ ജെ 2π ft ഇൻറ്റു ഡി എഫ്. സോ ഇതിൽ നിന്നും ജി നോട്ട് ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് എഫ് ഇൻറ്റു എച്ച് ഓഫ് എഫ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ ജെ 2π f സ്മോൾ ടിക്ക് വരെ നമ്മളിവിടെ ക്യാപിറ്റൽ ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു ഇൻറ്റു ഡി ഓഫ് എഫ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സ്ക്വയർഡ് അബ്സല്യൂട്ട് വാല്യൂ ആണ്. സോ ജി നോട്ട് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല അങ്ങനെ തന്നെ അബ്സല്യൂട്ട് സ്ക്വയർ ചെയ്തു. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് ഇൻറ്റു ജി ഓഫ് എഫ് എക്സ്പോണൻഷ്യൽ ജെ 2π ft ഇൻറ്റു ഡി എഫ് അബ്സല്യൂട്ട് വാല്യൂ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്നൽ പവർ എന്ന് പറയുന്നത്. സിഗ്നൽ പവർ ബൈ നോയ്സ് പവർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതിന്റെ ന്യൂമറേറ്റർ പാർട്ട് എന്ന് പറയുന്നത് സിഗ്നൽ പവർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി നോട്ട് ഓഫ് ടി ഹോൾ സ്ക്വയർ. Now noise power is the mean square value or expected value of n square of t.
So it is the area under the power spectral density of the noise curve. ഒരു നോയ്സ് കർവിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ അണ്ടറിൽ വരുന്ന കർവിനെയാണ്, ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീൻ സ്ക്വയർഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിൻസ് WFT ഈസ് വൈറ്റ് വിത്ത് കോൺസ്റ്റന്റ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N02. അപ്പോൾ WFT എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു വൈറ്റ് നോയ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് N0/2 ആണ്. സോ SN ഓഫ് F നമുക്കിനി കണ്ടുപിടിക്കാം. ഓക്കെ, സോ സിഗ്നൽ പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ SN ഓഫ് F എന്ന് പറയുന്നത് എന്താണ്, N0/2 ഇൻറ്റു H ഓഫ് F ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആവറേജ് പവർ ഓഫ് ദി നോയ്സ് സിഗ്നൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണ് ഈ ഫോർമുല കൊടുത്തിരിക്കുന്നത്. സോ ആവറേജ് പവർ ഓഫ് ദി നോയ്സ് സിഗ്നൽ കണ്ടുപിടിക്കാൻ E ഓഫ് N² ഓഫ് T ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി SN ഓഫ് F ഇൻറ്റു DF ആണ്. അപ്പൊ ഇതിൽ SN ഓഫ് F എന്ന് പറഞ്ഞാൽ എന്താ, SW ഓഫ് F ഇൻറ്റു H ഓഫ് F ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിൽ SW ഓഫ് F എന്ന് പറയുന്നത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ആണ്. ഇൻപുട്ട് സിഗ്നലിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണിത്. H ഓഫ് F ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് സ്ക്വയേർഡ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ്. ഓക്കെ, സോ ഇമ്പൾസ് റെസ്പോൺസ് നമുക്കറിയാം H ഓഫ് T ആണ്. അപ്പൊ അതിന്റെ ഫുറിയർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് H ഓഫ് F ആണ്. H ഓഫ് F ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയേർഡ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ്. ദെൻ ഫോർ W ഓഫ് T AWGN നമ്മളിവിടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ് വരയ്ക്കുന്നത്. സോ ഫ്രീക്വൻസി ഇൻ ദി X ആക്സിസ്, Y ആക്സിസിൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0/2 ആണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ റെപ്രസെന്റേഷൻ ലഭിക്കുന്നത്. സോ SN ഓഫ് F ഇസ് ഈക്വൽ ടു N0/2 ഇൻറ്റു H ഓഫ് F ദ ഹോൾ സ്ക്വയർ. Therefore നമുക്ക് E ഓഫ് N² ഓഫ് T കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു E ഓഫ് N² ഓഫ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി SN ഓഫ് F DF ആണ്. സോ ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി SN ഓഫ് F ന് പകരം നമ്മൾ എന്ത് എഴുതി, N0/2 ഇൻറ്റു H ഓഫ് F ദ ഹോൾ സ്ക്വയർ ഇൻറ്റു DF. ദെൻ E ഓഫ് N² ഓഫ് T എന്ന് പറയുന്നത് നമുക്ക് ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി SN ഓഫ് F DF എന്ന് പറഞ്ഞു കിട്ടി. കാരണം ഇത്രയും SN ഓഫ് F ആണ്. ഓക്കെ, therefore നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ, പീക്ക് പൾസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. സോ SNR നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇറ്റ ഇസ് ഈക്വൽ ടു G0 ഓഫ് T ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E ഓഫ് N² ഓഫ് T ആണ്. സോ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി H ഓഫ് F ഇൻറ്റു G ഓഫ് F ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഓഫ് J 2πF ഇൻറ്റു ക്യാപിറ്റൽ T D ഓഫ് F ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N0/2 ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി H ഓഫ് F ദ ഹോൾ സ്ക്വയർ ഇൻറ്റു DF. ഓക്കെ, സോ അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമം ആക്കണം. അങ്ങനെയാണെങ്കിലാണ് സിഗ്നൽ പവർ കൂടുകയും നോയ്സ് പവർ കുറയുകയും ചെയ്യുള്ളൂ. സോ ടു മേക്ക് ദി ഈറ്റ മാക്സിമം വി അപ്ലൈ ഷ്വാർട്സ് ഇനീക്വാളിറ്റി. ഓക്കെ, ഷ്വാർട്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് മാക്സിമം ആക്കുന്നത് ടു ദി ന്യൂമറേറ്റർ. അക്കോർഡിംഗ് ടു ദി ഇനീക്വാളിറ്റി, ഇഫ് phi1 of x and phi2 of x are two complex functions in real variable x satisfying the condition integral -∞ to infinity absolute value of phi1 of x the whole square dx which is less than infinity, then Schwartz inequality പറയുന്നത് absolute value of integral -∞ to infinity phi1 of x into phi2 of x dx the whole square will be less than or equal to integral -∞ to infinity phi1 of x the whole square dx multiplied with integral -∞ to infinity absolute value of phi2 of x the whole square into dx. അതായത് absolute value of the integral of രണ്ട് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്ത absolute value സ്ക്വയറിന്റെ മൾട്ടിപ്ലിക്കേഷന് ഈക്വൽ ആണ്. ഇവിടെ phi1 of x the whole square dxന്റെ ഇന്റഗ്രലും ഇവിടെ phi2 of x absolute value whole squareന്റെ ഇന്റഗ്രലും നമ്മൾ എടുത്തു. അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. Then assigning this condition to the numerator, നമുക്ക് കിട്ടിയിരിക്കുന്ന SNRന്റെ ന്യൂമറേറ്ററിലേക്ക് നമ്മൾ ഈ ഒരു ഷ്വാർട്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ലഭിക്കുന്നത്, absolute value of integral -∞ to infinity h of f into g of f exponential j 2πft df the whole square. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂമറേറ്റർ. അപ്പോൾ അതിലേക്ക് ഈ ഷ്വാർട്സ് ഇനീക്വാളിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to infinity h of f the whole square df into integral -∞ to infinity absolute value of g of f the whole square df. അപ്പോൾ ഇവിടെയുള്ള
എച്ച് ഓഫ് എഫിനെയും ജി ഓഫ് എഫിനെയും നമ്മൾ എന്ത് ചെയ്തു? ഷ്വാർട്സ് ഇൻഇക്വാളിറ്റി വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തു. Thus equation 2 becomes, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതിയിരുന്ന SNRന്റെ ഇക്വേഷൻ എന്തായി മാറും? ഈറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n0 into integral minus infinity to infinity g of f the whole square into df എന്നായിട്ട് മാറും. സോ ഈറ്റ മാക്സ് എന്നെങ്ങനെ ലഭിക്കുക? 2/n0 into integral minus infinity to infinity g of f the whole square into df. അപ്പോൾ ഇവിടെ ഈറ്റ മാക്സിമം ആവണം എന്നുണ്ടെങ്കിൽ we have to choose h of f. ഓക്കെ, എച്ച് ഓഫ് എഫ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈറ്റ അവിടെ മാക്സിമം ആവുള്ളൂ. ആൻഡ് ദിസ് ഇൻഇക്വാളിറ്റി in equation 3 holds if and only if we have phi1 of x equal to k into phi2 star of x. അപ്പോൾ ഇവിടെ phi1 of x എന്ന് പറയുന്ന കോംപ്ലക്സ് സിഗ്നൽ is equal to k into phi2 star of x ആവണം. ഓക്കെ, ഇതിൽ k എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. അതുപോലെ phi2 star of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ phi2വിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് phi2 of x ആണ് phi2 star of x ഇൻറ്റു k ചെയ്യുന്നതാണ് phi1 of x. ഓക്കെ, then h of f assumes its optimal value denoted by h optimal of f. അപ്പോൾ h of f ന്റെ ഒപ്റ്റിമൽ വാല്യൂ ആണ് h optimal of f. ഇനി h optimal of f ന്റെ ഇക്വേഷൻ നോക്കാം. h opt of f equal to k into g star of f into exponential minus j 2 pi ft. ഇക്വേഷൻ നമ്പർ 4 ആണിത്. Then g star of f എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദി ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് സിഗ്നൽ g of t. g of t എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഫുറിയർ ട്രാൻസ്ഫോം ആണിത്. k എന്ന് പറയുന്നത് ഒരു സ്കെയിലിംഗ് ഫാക്ടർ ആണ്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിൽ നിന്നും സ്മോൾ h ഓഫ് t കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇൻവേഴ്സ് ഫുറിയർ ആണ് ചെയ്യുന്നത്. സോ k ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി g star of f ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് j 2 pi f ഇൻറ്റു t മൈനസ് t ഇൻറ്റു ഡി എഫ് എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഫോർ എ റിയൽ സിഗ്നൽ g of t നമുക്കറിയാം g star of t എന്ന് പറഞ്ഞത് g of minus f ആണ്. സോ h of t എന്ന് പറഞ്ഞാൽ k ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി g star of f ന് പകരം g of minus f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ്പോണൻഷ്യൽ മൈനസ് j 2 pi f ഇൻറ്റു t മൈനസ് t ഇൻറ്റു ഡി എഫ്. That is equal to k into integral minus infinity to infinity g of f. g of minus f എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? g of f തന്നെയാണ്. സോ എക്സ്പോണൻഷ്യൽ j into 2 pi f into t minus t into df. ഓക്കെ, സോ g of minus f ഉം അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് ജെയും കൂടി ചേർത്ത് k into integral minus infinity to infinity g of f into exponential j 2 pi f into t minus t df. That is equation number 5. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് എഫ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ j 2 pi f ഇൻറ്റു ടി മൈനസ് ടി എന്നുള്ളതിനെ സ്മോൾ g ഓഫ് ടി മൈനസ് ടി എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ h opt of t ഈക്വൽ ടു k ഇൻറ്റു g ഓഫ് ടി മൈനസ് ടി. ഇതാണ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദി ബാൻഡ് ഫിൽട്ടർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതിൻ്റെ അകത്ത് ഫൈനലി പറഞ്ഞിരിക്കുന്നത് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദി ഒപ്റ്റിമം ഫിൽട്ടർ except for the scaling factor is a time reversed and delayed version of the input signal എന്നാണ്. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഇത് ഈ ലൈൻ എഴുതണമെന്ന് നിർബന്ധമില്ല, ഇക്വേഷൻ മാത്രമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് സിഗ്നലിന്റെ ഒരു ഡിലേഡ് വെർഷൻ ആണ്, ടൈം റിവേഴ്സ്ഡ് ആൻഡ് ഡിലേഡ് വെർഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമ്പൾസ് റെസ്പോൺസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th one. Apply Gram-Schmidt orthogonalization to obtain the orthonormal basis functions for the signals shown below. Express the signals in terms of orthonormal basis functions. അപ്പോൾ ഇവിടെ ഗ്രാം-ഷ്മിഡ് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ടു ഒബ്റ്റെയിൻ ദി ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ. ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ phi1 of t, phi2 of t, phi3 of t ഇതൊക്കെയാണ് ബേസിസ് ഫംഗ്ഷൻസ്. Then express the signals in terms of the orthonormal basis function. So ഇവിടെയുള്ള s1 of t, s2 of 3, s3 of t നമ്മൾ phi1, phi2, phi3 എന്ന് പറയുന്ന ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷന്റെ ടേംസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഇക്വേഷൻസും ആണ് ഇതിലുള്ളത്. ഇപ്പൊ ടോട്ടൽ 14 മാർക്സ് ആണ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ യൂണിവേഴ്സിറ്റി എക്സാംസിനും ചോദിക്കാറുണ്ട്. സോ ഇവിടെ തന്നിരിക്കുന്ന 3 സിഗ്നൽസ് ആണ്. s1 of t അതിന്റെ ടൈം 0 to 4 ആണുള്ളത്. സോ വിത്ത് an amplitude 3. s2 of t which is 0 to 2 with an amplitude 3 and third s3 of t is 0 to
4, അതിൽ 2 to 4 മാത്രമാണ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. 0 to 2 ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് 0 ആൻഡ് 2 to 4 അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. സോ സൊല്യൂഷൻ ഫസ്റ്റ് നമുക്ക് അതിന്റെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാം. സോ ഫൈ 1 of t ആണ്. സോ ഫൈ 1 of t യുടെ ഇക്വേഷൻ s1 of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് e1. ഓക്കെ, സോ s1 of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് e1 ഫസ്റ്റ് നമ്മൾ e1 കണ്ടുപിടിക്കുന്നു. സോ e1 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t s1 സ്ക്വയർ ഓഫ് t ഇൻറ്റു dt. അപ്പൊ ഇതിൽ നമുക്ക് ഇന്റർവെൽ നോക്കാം എത്രയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. s1 of t എന്ന് പറയുന്ന സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 to 4 ആണ് അതിന്റെ ഇന്റർവെൽ. അതുപോലെ തന്നെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കുക. സോ 0 to t എന്നുള്ളതിന് 0 to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. s1 of t എന്ന് പറയുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ 3 ആണ്. സോ 3 സ്ക്വയർഡ്, അതിന്റെ സ്ക്വയർ എടുക്കണം. സോ 3 സ്ക്വയർഡ് dt. സോ 3 സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ ഇൻറ്റു dt, ഇന്റഗ്രൽ dt എന്ന് പറയുമ്പോൾ t വരുന്നു. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് 4, ലോവർ ലിമിറ്റ് 0. ദെൻ 9 into 4 minus 0 ചെയ്ത് കഴിയുമ്പോൾ 4 minus 0 is 4. 9 into 4 ചെയ്യുമ്പോൾ 36 ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന E1 36 ആണ്. ദെൻ നമുക്ക് അപ്ലൈ ചെയ്യാം ഇക്വേഷനിലേക്ക്. ഫൈ 1 of t എന്ന് പറയുന്നത് s1 of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആണ്, E1 ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 36. സോ s1 of t ഡിവൈഡഡ് ബൈ റൂട്ട് 36 എന്ന് പറയുന്നത് 6 ആണ്. സോ s1 of t ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യനിൽ s1 of t യുടെ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. ടൈം പീരീഡ് 0 to 4. 0 to 4. ഓക്കെ, സോ 0 to 4 ആംപ്ലിറ്റ്യൂഡ് നമുക്ക് 4. അപ്പോൾ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 1/2 ആണ്. സോ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഫൈ 1 of t യുടെ ആംപ്ലിറ്റ്യൂഡ് ഹാഫ് ആണ്. അപ്പോൾ അതിന്റെ ടൈം പീരീഡ് എത്ര തന്നെയാണ്? ഈ സെയിം ടൈം പീരീഡ് ആണ്. സോ 0 to 4 വരെ ഹാഫ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈ 1 of t. അപ്പോൾ ഇവിടെ നമുക്കത് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഫൈ 1 of t എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ടൈം പീരീഡ് 0 to 4. സോ 0 വിത്ത് ഇന്റർവെൽ 2. ഇന്റർവെൽ 2 0 to 4 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഹാഫ് ആണ്. ഇനി ഈ ജനറൽ ഫോർമുല അപ്പൊ നമുക്ക് ഫൈ 1 of t ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഫൈ 2ഉം ഫൈ 3യും ഹയർ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു കോമൺ ഫോർമുല ഉണ്ട്. സോ ഫൈ i of t ഈക്വൽ ടു gi of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 0 to t ഇന്റഗ്രൽ 0 to t gi the whole square of t into dt. അപ്പൊ അതിൽ gi of t എന്താണ്? gi of t is equal to si of t minus summation j equal to 1 to i minus 1 sij into phi j of t. Okay, j equal to 1 to i minus 1 sij into phi j of t. So sij എന്താണെന്ന് നോക്കാം. sij equal to integral 0 to t si of t into phi j of t dt ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈ 1 of t ആദ്യം ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തു. നെക്സ്റ്റ് ഫൈ 2 of t. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമുല തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാണ്. ഫൈ 2 of t ഈക്വൽ ടു g2 of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇന്റഗ്രൽ 0 to t g2 of t the whole square into dt. ഇവിടെ നമുക്ക് ആദ്യം g2 of t കണ്ടുപിടിക്കണം. സോ g2 of t കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല g2 of t ഈക്വൽ ടു s2 of t മൈനസ് s21 ഇൻറ്റു ഫൈ 1 of t. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് s21 എന്താണെന്ന് അറിയില്ല. സോ s21ന്റെ ഫോർമുല നോക്കാം. s21 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t s2 of t ഇൻറ്റു ഫൈ 1 of t dt. സോ നമുക്കിവിടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. s2 of t എന്ന് പറയുന്ന സിഗ്നൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. s2 of t എന്ന് പറയുന്ന സിഗ്നൽ എങ്ങനെയാണ്? s2 of t സിഗ്നൽ ഇന്റർവെൽ 0 to 2 ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. സോ ഇതാണ് നമ്മുടെ s2 of t. സോ s2 of t യുടെ ആംപ്ലിറ്റ്യൂഡ് 3 ആണെന്ന് അറിയാം. അതിന്റെ ഇന്റർവെൽ 0 to 2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 0 to 2 ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് 3 എഴുതി. ഇൻറ്റു രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് s2 of tയും മറ്റൊന്ന് ഫൈ 1 of tയും. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർവെൽ നമ്മൾ നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെന്റ് ഇന്റർവെൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കോമൺ ഇന്റർവെൽ ആണ് നമ്മൾ ഫൈനലി എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 0 to
2 എന്ന് പറയുന്നതും ഇത് 0 to 4 ആണ്. സോ 0 to 2 ഒന്ന് 0 to 2 ആണ്. 0 to 2 വരെയുള്ളത് S2 of Tയും 0 to 4 വരെയുള്ളത് phi 1 of T ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ഏരിയ ഏതാ? 0 to 2 ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഫൈനൽ ആൻസറിൽ 0 to 2 ലിമിറ്റ് ഇട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് phi 1 of T റേഞ്ചിങ് ഫ്രം 0 to 4 ബട്ട് S2 of T is ranging from 0 to 2. So common area ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ എപ്പോഴും എടുക്കുന്നത്. സോ 0 to 2 ഇൻറ്റു S2 of T യുടെ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. phi 1 of T യുടെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ നേരത്തെ വരച്ചിരുന്നു ഗ്രാഫ് 1/2 ആണ്. സോ 1/2 എടുത്തു ഇൻറ്റു DT. സോ 3 ഇൻറ്റു 1/2. സോ ഇവിടെ നമുക്ക് നോക്കാം 0 to 2 3/2 DT. സോ 3/2 പുറത്തേക്ക് എടുത്തു. ദെൻ ഇൻ്റഗ്രൽ ഓഫ് DT is T ലിമിറ്റ് 0 to 2. Okay, so 3/2 into upper limit minus lower limit 2 minus 0. So 2 minus 0 എന്ന് പറയുന്നത് 2 ആണ്. 3/2 into 2 എന്ന് പറയുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. ഫൈനൽ ആൻസർ is 3. സോ ഇവിടെ നമുക്ക് S21 എന്ന് പറയുന്നത് S21 is equal to 3 ആണ്. ഇനി നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം E2 കൂടി കണ്ടുപിടിക്കണം. സോ E2 is equal to ഇന്റഗ്രൽ 0 to T G2 സ്ക്വയർ DT ആണ്. സോ ഇന്റഗ്രൽ 0 to T എന്ന് പറയുന്നത് ഇവിടെ G2 of T DT യുടെ ലിമിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എടുക്കാൻ നേരം ഇവിടെ നമുക്ക് ഈ പെർട്ടിക്കുലർ വാല്യൂ ഒന്ന് നോക്കാം. സോ G2 of T ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ S2 of T എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് 0 to 2 ആണ്. അതുപോലെ തന്നെ phi 1 of T എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് 0 to 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് S21 കിട്ടിയിരിക്കുന്നത് 3 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 0 to 2 G2 the whole square DT ആണ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം 0 to 2 ആണ് നമ്മുടെ കോമൺ ലിമിറ്റ്. സോ 0 to 2 പിന്നെ നമുക്കിതിനെ G2 the whole square DT കണ്ടുപിടിക്കണം. സോ G2 whole square DTയെയും നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ലിമിറ്റുകളാണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് 3/2ഉം അടുത്തതെന്ന് പറയുന്നത് 3/2 ആണ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം S2 of T എന്ന് പറയുന്നത് 0 to 2 ഇൻ്റർവെല്ലിലെ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. S21 ഇൻറ്റു phi 1 of T എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇത് 0 to 4 വരെയുള്ള ലിമിറ്റിൽ -3/2 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് G2 of T കണ്ടുപിടിക്കാനായിട്ട് S2 of T മൈനസ് S21 ഇൻറ്റു phi 1 of T എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, സോ ആ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ G2 of T നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ G2 of T കണ്ടുപിടിക്കാൻ നേരം ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. കാരണം ഈ ഗ്രാഫ് മൈനസ് ഫസ്റ്റ് വൺ മൈനസ് സെക്കൻഡ് വൺ. അപ്പോൾ ഇവിടെ നമുക്ക് 0 to 2 ലിമിറ്റിലെ ആംപ്ലിറ്റ്യൂഡ് 3 ആണുള്ളത്. ഇവിടെ 0 to 4 ലിമിറ്റിലെ ആംപ്ലിറ്റ്യൂഡ് -3/2 ആണുള്ളത്. ഓക്കെ, സോറി +3/2 ആണുള്ളത്. +3/2 മൈനസ് +3/2 ആണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 0 to 2 ലിമിറ്റിൽ 3 -3/2 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ ആൻസർ കിട്ടുന്നത്? 3/2 ആണ് കിട്ടുന്നത്. ഓക്കെ, 6 മൈനസ് 3/2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3/2 ആണ് 0 to 2 ലിമിറ്റിൽ. ഇനി നെക്സ്റ്റ്, അതുകൊണ്ടാണ് 0 to 2 ലിമിറ്റിൽ നമ്മൾ 3/2 കൊടുത്തിരിക്കുന്നത്. അടുത്തത് 2 to 4 ലിമിറ്റിൽ നമുക്കിവിടെ ആംപ്ലിറ്റ്യൂഡ് S21 ഇൻറ്റു phi 1 of T യുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 3/2 ആണ്. ഇവിടെ പക്ഷേ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. സോ 0 മൈനസ് 3/2 ഈക്വൽ ടു -3/2. ഏത് ലിമിറ്റിലാണത്? 2 to 4 ലിമിറ്റിൽ. ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 0 to 4 വരെയുള്ള ലിമിറ്റിൽ 0 to 2 വരെയുള്ള ലിമിറ്റിൽ +3/2ഉം 2 to 4 വരെയുള്ള ലിമിറ്റിൽ -3/2 ആണ്. ഓക്കെ, സോ ഇതാണ് ആ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ ലിമിറ്റിനെ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. 0 to 2 3/2 the whole square dt plus integral 2/4 -3/2 the whole square dt. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 3/2 എന്ന് പറഞ്ഞാൽ 9/4 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 9/4 ഇൻ്റഗ്രൽ dt വിത്ത് ദ ലിമിറ്റ് 0 to 2 ആണ്. പ്ലസ്
മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും 9/4 ഇൻ്റഗ്രൽ dt വിത്ത് ദ ലിമിറ്റ് 2 to 4 ആണ്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 9/4 ഇൻറ്റു dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t ആണ്. ടിയുടെ ലിമിറ്റ് 0 to 2 ആണ്. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ദെൻ പ്ലസ് 9/4 2 to 4 dt എന്ന് പറയുമ്പോൾ 9/4 ഇൻറ്റു ദിസ് ഇസ് t 2 to 4 ആണ് ലിമിറ്റ്. ദെൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 9/4 ഇൻറ്റു 2 മൈനസ് 0 പ്ലസ് 9/4 ഇൻറ്റു 4 മൈനസ് 2. ഓക്കെ, ഇത്ര ചെയ്ത് കഴിയുമ്പോൾ 9/4 ഇൻറ്റു 2 ഡിനോമിനേറ്റർ ക്യാൻസൽ ആയി പോയിട്ട് 9/2 എന്ന് കിട്ടും. ഇവിടെയും 4 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. സോ 9/4 ദിസ് ഇസ് 9/4 ഇൻറ്റു 2. അപ്പോൾ ഇവിടെയും 2 കിട്ടും. ഓക്കെ, സോ 9/4 ഇവിടെ ക്യാൻസൽ ആയിട്ട് 2 കിട്ടും. അപ്പോൾ 9/2 പ്ലസ് 9/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 18/2 വിച്ച് ഇസ് 9. അപ്പോൾ 9 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ദ വാല്യൂ ഓഫ് E2 ഇസ് ഈക്വൽ ടു 9. ഇനിയിപ്പോൾ നമുക്ക് phi2 of t കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് gt of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് E2. ദാറ്റ് ഇസ് ഈക്വൽ ടു gt of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 ആണ്. 9 എഴുതി വെക്കരുത്, റൂട്ട് ഓഫ് E2 ആണ്. സോ റൂട്ട് ഓഫ് 9 ആണ്. സോ gt of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ gt of t ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. സോ ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് phi3 of t ആണ്. ഓക്കെ, സോ g3 of t നമുക്ക് അറിയാം എന്താണ് കിട്ടിയിരിക്കുന്ന ആൻസർ. g2 of t phi2 of t ഈക്വൽ ടു g2 of t ഡിവൈഡഡ് ബൈ 3 എന്നാണ്. സോ ഇവിടെ നമുക്ക് എഴുതാം അത് g2 of t ഡിവൈഡഡ് ബൈ 3 ആണ്. ഇനി അടുത്തത് phi3 of t കണ്ടുപിടിക്കാം. സോ രണ്ട് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻസ് കണ്ടുപിടിച്ചു, phi1 of t യും phi2 of t യും. phi3 of t ഈക്വൽ ടു g3 of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ 0 to t g3 of t the whole square into dt. അതിൽ g3 of t equation equal to s3 of t minus s31 into phi1 of t minus s32. This is s32 into phi2 of t. So ഇതിൽ s31 ന്റെ equation s31 equal to integral 0 to t s3 of t into phi1 of t dt. So ഇവിടെ 0 to t എന്ന് പറയുന്ന ലിമിറ്റ് s3 of t യുടെ എന്തായിരുന്നു? 0 to 2 ആംപ്ലിറ്റ്യൂഡ് 0 ആണ്, 2 to 4 ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. അപ്പോൾ ഈ s3 of t യുടെ വാല്യൂ നമുക്ക് ഇവിടെ നോക്കാം. സോ ഇവിടെ 0 to 4 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, s3 of t ഇൻറ്റു phi1 of t dt. അപ്പോൾ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2 s3 of t ഇൻറ്റു phi1 of t dt പ്ലസ് ഇൻ്റഗ്രൽ 2 to 4 s3 of t ഇൻറ്റു phi1 of t dt. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 0 ആണെന്ന് പറഞ്ഞു. s3 of tയുടെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 0 ആണ്, അതുകൊണ്ട് ഇൻ്റഗ്രൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വാല്യൂ 0 ആണ്. പ്ലസ് ഇൻ്റഗ്രൽ 2 to 4 ഇൻറ്റു s3 of t ഇൻറ്റു phi1 of t dt. s3 of tയുടെ വാല്യൂ ഇവിടെ 3 ആണ്. ഓക്കെ, സോ 3 ഇൻറ്റു phi1 of t dt. ഇവിടെ 0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 to 4 3 ഇൻറ്റു phi1 of t dt. സോ phi1 of t dt എന്ന് പറയുമ്പോൾ phi1 of tയുടെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിരുന്നു, ആദ്യത്തെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ആണ്, അത് 1/2 ആണ്. സോ അതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 to 4 ആണ് ലിമിറ്റ്. ആ 2 to 4 എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് 1/2 dt. സോ 3/2 പുറത്തേക്ക് എടുത്തു ഇൻറ്റു dt ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t കിട്ടുന്നു. സോ ടിയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്തു 4 - t. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് 3/2 ഇൻറ്റു dt ചെയ്ത് കഴിയുമ്പോൾ t ആണ് വിത്ത് ദ ലിമിറ്റ് 4 to. ഓക്കെ, സോ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ടിക്ക് 4 ടിക്ക് 2. സോ 4 - 2. ദെൻ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 3/2 ഇൻറ്റു 2 എന്നാണ്. 2 2 ക്യാൻസൽ ആയി പോയി. ഫൈനൽ ആൻസർ ഇസ് 3. സോ s31 വാല്യൂ നമുക്ക് കിട്ടുന്നത് 3 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് s32 വാല്യൂ നമുക്ക് വേണം. സോ s32 വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 s3 of t നമുക്ക് 0 ആണ്. സോ 0. ദെൻ നെക്സ്റ്റ് വാല്യൂ s3 of t phi1 of t ആണ്. സോ അതും കിട്ടി. ആൻഡ് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടിയത് 3 തന്നെയാണ് ആൻസർ. ഓക്കെ, സോ s32ൻ്റെ വാല്യൂ is equal to integral 0 to t s3 of t into phi2 of t dt. So that is equal to integral 0 to 2 s3 of t into phi2 of t
dt. ഓക്കെ, സോ കാരണം S3 of t യുടെ ലിമിറ്റ് 0 to 2 ആണ്, ഇൻറ്റു 5 of t dt പ്ലസ് ഇൻ്റഗ്രൽ 2 to 4 S3 of t ഇൻറ്റു 5 of dt. ഇവിടെ 5 of dt നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കാരണം രണ്ട് ലിമിറ്റ്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഫൈവ് ഓഫ് ടി എഴുതാൻ നേരം നമ്മൾ രണ്ട് ലിമിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയും 0 to 2 2 to 4 ആണ്. സോ സെപ്പറേറ്റ് ലിമിറ്റ് ആയിട്ട് തന്നെ നമ്മൾ S3 of t അപ്ലൈ ചെയ്യണം. സോ 0 to 2 S3 of t into 5 of t plus 2 to 4 S3 of t into 5 of t dt. ഇപ്പൊ ഇതിൽ S3 of tക്ക് രണ്ട് ലിമിറ്റ് ഉണ്ട്, അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, 0 to 2 2 to 4. കാരണം ഇങ്ങനെയാണ് നമ്മുടെ സിഗ്നൽ ഇരിക്കുന്നത്, 0 to 2 2 to 4. ഇതിൽ 2 to 4 മാത്രമാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് 3 for S3 of t. ഓക്കെ, സോ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. S3 of t എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നമുക്ക് കിട്ടി. സോ ദാറ്റ് ഇസ് 0 ഇൻറ്റു 5 of t എന്ന് പറയുന്നത് ഹാഫ് ആണ്, 1/2 dt പ്ലസ് 2 to 4 ലിമിറ്റിൽ S3 of t the value 0, സോറി ഇറ്റ് ഇസ് ഈക്വൽ ടു 3. ഫസ്റ്റ് ലിമിറ്റിലാണ് 0 വന്നിരിക്കുന്നത്, സെക്കൻഡ് ലിമിറ്റിൽ അതിന്റെ വാല്യൂ 3 ആണ്. സോ 3 ഇൻറ്റു 5 of t എന്ന് പറയുന്നത് എന്താണ്, -1/2 ആണ്. സോ -1/2 dt, അങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്, ഇൻറ്റു 2 of t യുടെ വാല്യൂ കറസ്പോണ്ടിങ് ടു 0 to 2 ലിമിറ്റ് 1/2 ആണ്. അടുത്തത് 2 to 4 ലിമിറ്റിലെ 2 of t യുടെ വാല്യൂ -1/2 ആണ്. സോ -1/2 ഇൻറ്റു dt. ഇപ്പൊ 0 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് 0 കിട്ടുന്നു. പ്ലസ് 3 ഇൻറ്റു -1/2 ഇസ് -3/2. ഇവിടെ എഴുതി -3/2. ഇന്റഗ്രൽ dt ഇസ് t വിത്ത് ദ ലിമിറ്റ്സ് 2 to 4. ഇവിടെ 2 to 4 ആണ് ലിമിറ്റ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 4 - 2 ആണ് നമുക്ക് കിട്ടുന്നത്. സോ 4 - 2 -3/2 ഇൻറ്റു 4 - 2. ഓക്കെ, 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. സോ -3/2 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 2 ഉം 2 ക്യാൻസൽ ആയി പോയിട്ട് ഫൈനൽ ആൻസർ ഇസ് -3. സോ നമുക്ക് കിട്ടുന്ന S32ന്റെ വാല്യൂ ആണ് -3. ഇനി നമുക്ക് G3 of t യുടെ ഇക്വേഷൻ നോക്കാം. G3 of t ഈക്വൽ ടു S3 of t മൈനസ് S31 ഇൻറ്റു 5 of t മൈനസ് S32 ഇൻറ്റു 5 of t. സോ നമുക്കിവിടെ S3 of t, S31 ഇൻറ്റു 5 of t, പിന്നെ S32 ഇൻറ്റു 5 of t. ഓക്കെ, ഇത്രയും ഗ്രാഫ്സ് എഴുതാം. അത് വരച്ചാൽ മാത്രമാണ് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് G3 of t കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇവിടെ ഫസ്റ്റ് വൺ 0 to 2 2 to 4 ഇന്റർവെല്ലില് S3 of t വിത്ത് an ആംപ്ലിറ്റ്യൂഡ് 3. സെക്കൻഡ് വൺ S3 ഇൻറ്റു 5 of t, ഇത് S3 1 ഇൻറ്റു 5 of t ആണ്. ഓക്കെ, സോ S3 1 ഇൻറ്റു 5 of t എന്ന് പറഞ്ഞാൽ 5 of t യുടെ വാല്യൂ ഇൻറ്റു S31 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3/2 എന്ന് പറഞ്ഞാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1.5. സോ 0 to 4 ഇന്റർവെല്ലിൽ ത്രൂ ഔട്ട് അതിന്റെ വാല്യൂ 1.5 ആണ്. നെക്സ്റ്റ് S32 ഇൻറ്റു 5 of t, അതും എന്ത് തന്നെയാണ്, 1.5 ആണ് വിത്ത് ദ ഇന്റർവെൽ 0 to 2. ദെൻ 2 to 4 അതിന്റെ വാല്യൂ -1.5, അതായത് +3/2 എന്ന് പറയുന്നതും -3/2 എന്ന് പറയുന്നതുമായിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടി സബ്ട്രാക്ട് ചെയ്ത് നോക്കണം. സോ S3 of t മൈനസ് S31 ഇൻറ്റു 5 of t മൈനസ് S32 ഇൻറ്റു 5 of t. സോ അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് G3 of t. ഓക്കെ, സോ G3 of t നമുക്കിത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ 0, ഫസ്റ്റ് വണ്ണില് 0 to 2. സോ S3 of t മൈനസ് S31. അപ്പോൾ ആദ്യം ഇത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 0 to 2 ഇന്റർവെല്ലില് വാല്യൂ 1.5 ആണ്. ഇവിടെ 0 to 2 ഇന്റർവെല്ലില് 1.5 ആണ്. സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നു. അതിനുശേഷം 2 to 4 ഇന്റർവെല്ലിൽ ഇതിന്റെ വാല്യൂ -3/2, ദാറ്റ് ഇസ് -1.5 ആണ്. ഇതിന്റെ വാല്യൂ അവിടെ 1.5 ആണ്. സോ ത്രൂ ഔട്ട് വാല്യൂ എന്താകും, ഈ രണ്ട് ടേം കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ 0 ആകും. ഓക്കെ, സോ അതിനുശേഷം S3 of t മൈനസ് ആ വാല്യൂ ചെയ്യാം. സോ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലിമിറ്റ് 0 to 4 G3 of t the whole square എന്ന് പറയുന്നത് that is equal to integral 0 to 4 0 square t ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത്
2 to 4 3 ആണ്. സോ ഇത് മൈനസ്, ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് മൈനസ് ഈ വാല്യൂ മൈനസ് ഇത് ചെയ്യാണ്. സോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ G3 ആണ്. സോ G3 വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. സോ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എഴുതി. ദാറ്റ് ഇസ് Phi3 ഈക്വൽ ടു E3 വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t G3 the whole square into dt. ഓക്കെ, സോ ഇന്റഗ്രൽ 0 to 4 G3 the whole square എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഫൈനൽ വാല്യൂ 0 ആണ്. സോ 0 the whole square, ഓക്കെ, ഓഫ് ടി എന്നില്ല, 0 സ്ക്വയർ ഇൻറ്റു ഡി ടി ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു Phi3 ഈക്വൽ ടു G3 ഡിവൈഡഡ് ബൈ റൂട്ട് E3 എന്ന് നമുക്ക് എഴുതാം. സോ G3 ഡിവൈഡഡ് ബൈ E3 വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ബിക്കോസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 ആണ്. സോ 0/0 എന്ന് പറയുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഒരു വാല്യൂ വിൽ നോട്ട് എക്സിസ്റ്റ്. സോ Phi3 ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്. സോ ഇതിന്റെ ഫൈനൽ ആൻസർ സ്പ്ലിറ്റ് അപ്പ് ഇങ്ങനെയാണ്. ഫസ്റ്റ് 2 മാർക്ക് എന്ന് പറയുന്നത് Phi1. സോ Phi1 ഇന്റർവെൽ 0 to 4 വരെ 1/2 ആണ്. It is 0 otherwise. Next 4 marks for next basis function, orthonormal basis function Phi2 which is equal to 1/2 with the limit 0 to t less than or equal to 2 ആണ്. Then 2 less than or equal to t less than or equal to 4 ന്റെ ആൻസർ -1/2 ആണ്. സോ ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 4 മാർക്സ് ആണ്. Then 5 മാർക്സ് Phi3 ആണ്. സോ Phi3 ഡിവൈഡഡ് ബൈ 0, ഡിനോമിനേറ്റർ 0 ആയതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്. Then ലാസ്റ്റ് വൺ 3 മാർക്സ് ആണ്. സോ 3 മാർക്സ് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റെപ്രസെന്റ് ദി ഗിവൺ സിഗ്നൽസ് യൂസിങ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻസ്. Phi1ന്റെയും Phi2ന്റെയും Phi3യുടെയും ടേംസിൽ S1ഉം S2ഉം S3യും റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫൈനൽ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്നത് 6 into Phi1 ആണ് S1. then അതുപോലെ S2 എന്ന് പറഞ്ഞാൽ 3 into Phi1 പ്ലസ് 3 into Phi2 ആണ്. S3 എന്ന് പറഞ്ഞാൽ 3 into Phi1 മൈനസ് 3 into Phi2 ആണ്. സോ ഫൈനൽ 3 സിഗ്നൽസ് ഇൻ ടേംസ് ഓഫ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻസ് എഴുതി കഴിഞ്ഞാൽ ഫൈനൽ 3 മാർക്സ്, അങ്ങനെ ടോട്ടൽ 14 മാർക്സ്. സോ ഇതോടുകൂടി നമ്മുടെ 4th മൊഡ്യൂൾ അവസാനിച്ചു. സോ 5th മൊഡ്യൂളായിട്ട് ഇനിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വൺസ് കോച്ചിങ്.